ബേസ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് പാൽ അല്ലെങ്കിൽ തൈര് വരുന്ന ഫേസ് പാക്ക് ഒക്കെ തന്നെ നമുക്ക് സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഭയങ്കര നല്ലതാണ്. പക്ഷേ ഇതൊന്നും നമുക്ക് സ്യൂട്ടബിൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്ന, നമുക്കൊരുവിധം എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന തരത്തിലുള്ള മുഖത്തിൻ്റെ നിറം വയ്ക്കാനും അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും പാർട്ടി ഫംഗ്ഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് ആക്ച്വലി അങ്ങനെ ഹെവി ആയിട്ടുള്ള ഫേസ് പാക്ക് അല്ല. ഹെവി ആയിട്ടുള്ള ഫേസ് പാക്ക് ഇടാൻ താല്പര്യമില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. ചില സമയത്ത് ഞാനും അങ്ങനെ ഒരു ആളാണ്. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനും കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോവല്ലേ. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു രാത്രി സമയത്താണ്. പക്ഷേ ഇത് രാത്രി മാത്രമല്ല കേട്ടോ, നമുക്ക് പകൽ സമയത്തും ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് മസ്റ്റായിട്ട് വേണ്ട സംഭവമാണ് ഒരു ബൗൾ, അതുപോലെ തന്നെ സ്പൂൺ. ഇതിലാണ് നമ്മൾ പാക്ക് മിക്സ് ചെയ്യുന്നത്. ഞാനിങ്ങനെ രാത്രിയാണോ രാവിലെയാണോ നിങ്ങൾക്ക് ആ പാക്ക് യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല സമയം എന്ന് എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. സോ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ഈ ഒരു പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് തേനാണ്. ഏറ്റവും ശുദ്ധമായ തേൻ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ എടുക്കുക. ഒരു തുമ്മൽ വന്നതായിരുന്നു. ക്യാമറ ഇരിക്കുന്ന കാര്യം ആലോചിച്ചപ്പോൾ തുമ്മൽ പിന്നെ പുറത്തോട്ട് വന്നില്ല ഗൈസ്. അതുകൊണ്ട് മൂക്കിൽ ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് തേനാണ് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വേണ്ടത്. അപ്പോൾ തേനെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഓക്കെ ആയിരിക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പറ്റത്തില്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മുടെ കയ്യിലോ കഴുത്തിൻ്റെ അവിടേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒരു സ്വൈപ്പ് മാത്രം കൊടുക്കുക. എന്നിട്ട് പതുക്കെ കവിളിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവരിക. നമ്മൾ ഇന്ന് ഈ പാക്ക് കേട്ടു എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇപ്പം തന്നെ പോയി മുഖം മുഴുവൻ അപ്ലൈ ചെയ്യണ്ട. നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കവിളിൽ നെറ്റിയിലൊക്കെ ചെറിയ ഡോട്ടൊക്കെ ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ മതി. എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അപ്പോൾ സ്റ്റോപ്പ് ചെയ്യണേ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് റോസ് വാട്ടർ ആണ്. റോസ് വാട്ടർ ഞാൻ ഇതിനോട് ചേർത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേൻ പോലെ തന്നെയാണ് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിന് ഗ്ലോ തരാനും അതുപോലെ തന്നെ വൈബ്രൻ്റ് ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. സ്കിൻ ഫ്രണ്ട്ലി ആണ്. ഒരുവിധം സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിനും ഇത് നന്നായിട്ട് വർക്ക് ആവുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാം റെഗുലറായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. രാവിലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, വൈകുന്നേരവും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഏത് സമയത്താണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഒരു നേരം ഡെയിലി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതല്ലാത്തവരാണെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസം അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ആദ്യമായിട്ടാണ് നിങ്ങളൊരു പാക്ക് ഇട്ട് തുടങ്ങുന്നത്, ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് പാക്ക് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ 2 തവണ അങ്ങനെയൊക്കെ വെച്ച് ട്രൈ ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങളുടെ സ്കിന്നിന് ഓക്കെ ആയി സെറ്റായി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് എല്ലാ ദിവസവും യൂസ് ചെയ്യാം. സ്പെഷ്യലി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു ഫംഗ്ഷൻ പാർട്ടി ഒക്കെ വരികയാണ്, കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ അന്നേ ദിവസം രാവിലെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ തലേ ദിവസം രാത്രി നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഇട്ടിട്ട് കിടന്നുറങ്ങാവുന്നതാണ്. ഇത് കഴുകി കളയണം കേട്ടോ, ഇട്ടിട്ട് അങ്ങനെ കിടന്നുറങ്ങരുത്. ഇത് നമ്മളൊരു 15 മിനിറ്റ് സ്കിന്നിൽ വെച്ചിരുന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കഴുകി കളയാം. സാധാരണ വെള്ളത്തിൽ കഴുകിയാൽ മതി, കംപ്ലീറ്റ് ആയിട്ട് പൊക്കോളും. നിങ്ങൾക്കിപ്പോൾ ഒരു ഓയിലിനെസ്സോ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസേഷനോ ഒന്നും തന്നെ കിട്ടത്തില്ല. പക്ഷേ സ്കിൻ നന്നായിട്ട് വൈബ്രൻ്റായി ബ്രൈറ്റ് ആയിട്ടുണ്ടാവും. അത് നല്ലതാണ് കേട്ടോ. നമുക്ക് നന്നായിട്ടൊരു ഒട്ടും എണ്ണമയം ഇല്ലാത്ത സ്കിന്നും കിട്ടും, പക്ഷെ നല്ല വൈബ്രൻ്റ് ആയിരിക്കും, ഗ്ലോ കിട്ടും. അതൊക്കെ തന്നെയല്ലേ നമുക്ക് വേണ്ടത്. എണ്ണമയം എല്ലാവർക്കും അങ്ങനെ താല്പര്യമുള്ള കാര്യമല്ല. എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനോടൊപ്പം പാലോ അല്ലെങ്കിൽ തൈരോ കൂടെ ചേർത്തിട്ട് ഇടുന്നത് നല്ലതാണേ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ സാധാരണ എന്ത് സ്കിൻ കെയർ ആണോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാം. മേക്കപ്പ് ചെയ്യുന്നവരാണ് രാവിലെ ആണെന്നുണ്ടെങ്കിൽ മേക്കപ്പ് നമുക്ക് യൂസ് ചെയ്യാം. സാധാരണ എങ്ങനെ ചെയ്യുന്നു അതേപോലെ ഈ ഒരു പാക്ക് ഉണ്ടല്ലോ, കണ്ണിന് ചുറ്റുമുള്ള കറുത്ത ഒരു ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഐലിഡ്സിൻ്റെ അവിടെ ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. റെഗുലറായിട്ട് അപ്ലൈ ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിന് ചുറ്റും മാത്രമായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്.
ചിലപ്പോൾ നിങ്ങൾക്ക് ചേച്ചി അനിയത്തിമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ പാക്കൊന്നും ഇടുന്നത് താല്പര്യമില്ല, ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ അവരുടെ കണ്ണിന് ചുറ്റും മാത്രമായിട്ട് ഇടാനായിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫ്രണ്ട്സിനും അതുപോലെ തന്നെയാണ് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാം, നന്നായിട്ട് വർക്ക് ആവും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ചുണ്ടിലൊക്കെ ചുറ്റും കറുത്ത നിറം പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റാനും സഹായിക്കും കേട്ടോ ഈ പാക്ക്. അതുപോലെ തന്നെ നമുക്ക് ചുണ്ടിൻ്റെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ട് തേന് മാത്രമായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് തേനെടുത്ത് ചുണ്ടിൽ മാത്രം അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഈ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് അത് കൂടെ അങ്ങ് വാഷ് ചെയ്ത് കളയുന്നത് വളരെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാനായിട്ട് പറ്റും. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനും കാണണം എന്ന് പറയാൻ കാര്യം ഇതുപോലത്തെ കുറേ വാല്യുബിൾ ആയിട്ടുള്ള ടിപ്സൊക്കെ തന്നെ ഞാനിങ്ങനെ വീഡിയോയിൽ ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ടാണ്. ഇനി അടുത്തതായിട്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ റോസ് വാട്ടർ എടുത്ത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡ്രൈ സ്കിൻ ആണ്, എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെന്നുള്ളവരാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഇത് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ മോയ്സ്ചറൈസർ ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ല ഓയിലി സ്കിൻ ആണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഓയിലി സ്കിന്നിന് പറ്റിയ ഒരു മോയ്സ്ചറൈസർ ആയിരിക്കുമല്ലോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കിടന്നുറങ്ങാവുന്നതാണ്. രാവിലെ ആണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് വേണം നിങ്ങൾ പുറത്ത് പോകാനായിട്ട്. നല്ല രീതിയിൽ സ്കിൻ ഗ്ലോ ആകുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. 3 ദിവസം നിങ്ങൾക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ 3 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് നോക്കൂ. നല്ല വ്യത്യാസം നിങ്ങളുടെ സ്കിന്നിനും അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എത്ര തന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിലും ഈ ഒരൊറ്റ പാക്ക് മതി, നന്നായിട്ട് നമുക്ക് തന്നെ റിപ്പയർ ചെയ്ത് ബാക്ക് ടു നോർമൽ ആക്കി കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഹെവി ആയിട്ടുള്ള പാക്കൊന്നും തന്നെ യൂസ് ചെയ്യേണ്ട. ഇത് പിന്നെ സ്റ്റോർ ചെയ്യാനും അടിപൊളിയാണല്ലോ, നമുക്ക് നമ്മുടെ റൂമിൽ തന്നെ വെച്ചിരിക്കാം, സൂപ്പർ റിസൾട്ടും കിട്ടും. പിന്നെ ഇത് കുറച്ച് 2-3 ദിവസത്തേക്കുള്ളത് പ്രിപ്പയർ ചെയ്ത് ഒരു ബോട്ടിലാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ എല്ലാ ദിവസവും നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട, അപ്പോൾ തന്നെ എടുത്ത് അങ്ങ് അപ്ലൈ ചെയ്യാം. സൂപ്പർ റിസൾട്ട് തരുന്ന ഒരു പാക്കാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല റിസൾട്ടാണ് കിട്ടാൻ പോകുന്നത്. സോ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ ബൈ, അടുത്ത വീഡിയോയിൽ കാണാവേ.